അസമിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ചൊവ്വാഴ്ച വൈകുന്നേരം അവസാനിക്കും. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഏറ്റവും സവിശേഷമായ കാര്യം അഴിമതിയുടെ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി BJPക്കെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ വളരെ ആക്രമണോത്സുകരായിരുന്നു എന്നതാണ്. ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്നാൽ BJPയുടെ ഒരു മുതിർന്ന നേതാവും അദ്ദേഹത്തെ, അതായത് ഹിമന്ത ബിശ്വ ശർമ്മയെ പ്രതിരോധിച്ചില്ല. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് അത് രാഹുൽ ഗാന്ധി ആയാലും ഗൗരവ് ഗൊഗോയ് ആയാലും അടുത്ത 7 തലമുറ വരെ ആർക്കും അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ കഴിയില്ല എന്നാണ്. അതായത് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഇപ്പോൾ ഇതാ നിങ്ങളുടെ മിനി നരേന്ദ്രമോദി ഇരിക്കുന്നു. അസമിലെ ചീഫ് മിനിസ്റ്റർ ഇന്ത്യയിലെ ഏറ്റവും അഴിമതിക്കാരനായ കറപ്റ്റായ ചീഫ് മിനിസ്റ്ററാണ്. ലോകം മുഴുവൻ അറിയാം, നിങ്ങൾക്കും അറിയാം. ഇതിന്റെ കൺട്രോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കയ്യിലാണ്. നരേന്ദ്രമോദി ഇയാളോട് ജമ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഇയാൾ ജമ്പ് ചെയ്യും. അമിത്ഷായുടെ കാൽ പിടിക്കാൻ നരേന്ദ്രമോദി പറഞ്ഞാൽ ഇയാൾ അമിത്ഷായുടെ കാൽ പിടിക്കും. രാഹുൽ ഗാന്ധി ഒരു ഭ്രാന്തനാണ്, സർക്കാരല്ല. ഞാൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അയാൾക്കൊരു ഭ്രാന്തില്ലെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമോ? അയാൾ എന്ത് CM ആണ്? അയാൾ എന്ത് PM ആണ്? അയാൾ വെറും വഴിയിലെ ഒരാളാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും അറസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ മാത്രമേ എന്നെ പരസ്യമായി അറസ്റ്റ് ചെയ്യുകയുള്ളൂ.